പുസ്തകങ്ങളുടെ സ്വാധീനങ്ങളൊന്നും തന്നെ വലുതായിട്ടുണ്ടായിരുന്നില്ല. അല്ല, പുസ്തകം നമ്മൾ എവിടെ നിൽക്കുന്നിടന്നല്ലേ നമ്മൾ തുടങ്ങുള്ളൂ. എന്ത് കാര്യം നിൽക്കുന്നിടന്നേ തുടങ്ങുള്ളൂ. പുസ്തകം പഠിച്ചിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അവസാനം നമ്മൾ പുസ്തകത്തെ കുറച്ചങ്ങ് ഒഴിവാക്കി. പുസ്തകത്തെ പിന്നെ തന്നെയല്ല, ഇപ്പോൾ പുസ്തകത്തിലെ വലിയ പ്രശ്നം നമ്മൾ പുസ്തകത്തെ നമ്മൾ ഒരു അങ്ങോട്ട് കണ്ണു അടച്ചിട്ട് പുസ്തകത്തെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പല പുസ്തകങ്ങളും ചില ഭാവനകളാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഇന്നത്തെ പല പുസ്തകങ്ങളും ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരാത്ത പുസ്തകങ്ങളാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമഗ്രതയെന്നല്ല, സമഗ്ര ജീവിതാനുഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളൊരു പൊങ്ങച്ചം പറയുന്ന പോലെ വരുമല്ലോ എന്നുള്ള പേടിയോടുകൂടി തന്നെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ട് പോകണം. ഒന്ന് ശൈശവം, ബാല്യം. ഇതൊരു ഘട്ടമാണ്. ശൈശവവും ബാല്യവും കളികൾക്കുള്ളതായിട്ട് നീക്കി വയ്ക്കണം. ഇന്നത് തീരെയില്ല എന്ന് പറയാം. കളിക്കാനായിട്ട് ബാഗും പുറകിൽ ഘടിപ്പിച്ച്. അതുപോലെ കൗമാരകാലം കാമം മുളയ്ക്കുന്ന കാലമാണ്. അവിടെ മറ്റെന്ത് പഠിപ്പിച്ചില്ലെങ്കിലും, മറ്റൊന്നും പഠിപ്പിക്കേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, വേറെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും കാമത്തെക്കുറിച്ച് പഠിപ്പിക്കണം. അപ്പോൾ കൗമാരകാലത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ്. അതായത് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കാലമാണ്. ഈ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിന് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു ആകർഷണീയത, ഇണയോടുള്ള ഇത് നമുക്ക് എത്രയിടം വരെ പോകാം, ഇത് പോയാൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ച് അത് ഇവരെ തയ്യാറാക്കണം. നിങ്ങൾ അച്ഛനമ്മമാരാകാൻ പോവുകയാണ്. നമ്മളിതപ്പോൾ അറക്കുകയാണ്. ഹൈസ്കൂളിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനമ്മമാരാകാൻ പോവുകയാണ്, നിങ്ങൾ പ്രസവിക്കുന്നവരാണ്, നിങ്ങൾ മുലയൂട്ടുന്നവരാണെന്ന് പറയാൻ നമ്മൾ അറക്കുകയാണ്. ഇത് ജീവിതത്തിൽ നടക്കുന്നൊരു സംഭവമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് അറക്കുന്നത്? അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം. ഇത് കൊടുക്കുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇത്രയും വഴിപഴിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഇവരെ അച്ഛനമ്മമാരാക്കാൻ തയ്യാറാക്കണം. നാളത്തെ സമൂഹം എന്തായിരിക്കണമെന്നും എന്തായിരിക്കരുതെന്നും ഇന്നേ വിഭാവനം ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതി തിരിച്ചറിവെന്നുള്ളതുകൊണ്ട് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ വിദ്യാഭ്യാസത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ആ വിദ്യാഭ്യാസം രൂപപ്പെടുത്തി ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രായത്തിൽ കളിക്കാൻ കൊടുക്കുക. പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അവരാണ് നിശ്ചയിക്കേണ്ടത്. അവരുടെ പാഠ്യപദ്ധതി അവർ തന്നെ തീരുമാനിക്കണം. പാഠങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി അങ്ങനെ ഒരു രീതിയിലേക്ക് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ പറയാനായിട്ട് ഞങ്ങളുടെ മക്കൾ മാത്രമേ ഉദാഹരണമുള്ളൂ. കാരണം ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതി വേറൊരു കുട്ടിയിൽ ചെയ്യണമെങ്കിൽ രക്ഷിതാക്കൾ അതിന് സമ്മതിക്കണമല്ലോ. രക്ഷിതാക്കൾക്ക് ബോധ്യം വന്നാലേ സമ്മതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതൊക്കെ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഇത് എങ്ങനെയാണിത് ഞങ്ങളുടെ മക്കളാരും ഔപചാരികമായിട്ട് ഇങ്ങനെയുള്ള ഒരു സ്കൂളിലും പോയിട്ടില്ല. കാരണം ഈ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിലില്ല എന്ന് ഞങ്ങൾ 79 തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ കുട്ടികളെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വിടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാരണം നമ്മുടെ കുട്ടികൾ എത്ര വലിയ ഔപചാരിക വിദ്യാഭ്യാസം നേടി വളരെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാലും സ്വഭാവം വൃത്തിയല്ല എങ്കിൽ, സ്വഭാവം നല്ലതല്ല എങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം എൻ്റെ മകൻ കളക്ടറായി, കൈക്കൂലി മേടിച്ചതിന് കളക്ടറെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചതിന് അർത്ഥമില്ലാണ്ടാവും. മറിച്ച് എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, വിദ്യാഭ്യാസമൊന്നുമില്ല. ഇപ്പം മൂത്ത മകനോട് ചോദിച്ചാൽ ഗൗതം നിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് വെച്ചാൽ അവൻ പറയും എൻ്റെ ഡിഗ്രി 0 ഡിഗ്രി, എനിക്ക് 0 ഡിഗ്രിയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൻ ഒരു സാമൂഹ്യ വിരുദ്ധനല്ല, ആയിരിക്കുകയില്ല. അത് ഞങ്ങളുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഞങ്ങൾക്ക് അറിവ് നേടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അവരുടെ നെറിവ് നേടുന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അറിവ് എന്ന് പറയുന്നത് അത് അവരുടെ ആവശ്യമാണ്. എനിക്ക് എത്ര അറിവ് നേടണം, ഞാൻ ഈ സമൂഹത്തിൽ യോജിച്ച രീതിയിൽ ജീവിക്കാൻ ഞാൻ എന്ത് അറിവ് നേടണം എന്നുള്ളത് അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ സംസ്കാരം പകർന്നു കൊടുക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെയും അതായത് മുൻ തലമുറയുടെ ആവശ്യമാണ്. സംസ്കാരം പകർന്നു കൊടുക്കുക അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. ഇതിൽ ഈ ഭാര്യാഭർത്താക്കന്മാർക്കുള്ള റോള് വളരെ പ്രധാനമാണ്. ശരിക്കും അച്ഛനമ്മമാരാകാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. അപ്പോൾ മാഷ് പറയുന്ന പഴയ ഒരു റിവൈവലിസ്റ്റ് പഴയ കാലത്തിലേക്ക് പോകണം എന്നുള്ള നിലപാടാണ്. അല്ലല്ലേ, പഴയ കാലത്ത് പോകാൻ കഴിയുകയില്ല. അതൊക്കെ ആര് പറഞ്ഞാൽ പോലും നടക്കുന്ന കാര്യമല്ല. ഇപ്പം ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചോ പഴയ കാലത്തേക്ക് പോകാൻ പറ്റില്ല, സാധിക്കില്ല. എങ്ങനെ പോകാൻ പറ്റും? നമ്മൾ ഈ ആധുനികമായിട്ടുള്ള ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നു, ഞാൻ ആധുനികമായ വാഹനം ഉപയോഗിച്ചിട്ട് ഞാനിവിടെ വരുന്നത്, ഞാൻ എങ്ങനെ പോകാൻ പറ്റും? എനിക്ക് അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയല്ല, വേറെ ചില കാര്യങ്ങൾ നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ പിന്തുടർന്ന് പോരുന്ന കുറച്ച് നന്മകളുണ്ട്. ഇത് ശാശ്വതമായിട്ട് തുടർന്ന് നമ്മുടെ ഇവിടെ സമൂഹം നിലനിൽക്കാൻ വേണ്ടി വർഷങ്ങളായി നിരന്തരമായി നിരീക്ഷണങ്ങളിലൂടെ നമ്മുടെ
പിതാക്കന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്, സനാതന മൂല്യങ്ങൾ. അത് പകർന്ന് അത് നമ്മൾക്ക് എത്ര അത്യാധുനികമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാലും ഈ സനാതന മൂല്യങ്ങളിൽ ഉറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സമൂഹമായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ആൾക്കൂട്ടമാണ്, നമ്മൾ സമൂഹമല്ല. ഇപ്പോൾ പരസ്പരം നമുക്കൊരു ഉത്തരവാദിത്വമില്ല, എനിക്ക് നിങ്ങളോടും ഇല്ല, എനിക്ക് ആരോടും ഇല്ല. അങ്ങനെയുള്ള ആൾക്കൂട്ടമാണ്. നമ്മളിങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നു. ഒരു വീട്ടിൽ പോലും അച്ഛനും അമ്മയും ബന്ധമില്ല, മക്കളും ബന്ധമില്ല, ആൾക്കൂട്ടമാണ്. ഒരു 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 മേൽക്കൂരയുടെ കീഴിൽ കുറച്ച് ആൾക്കൂട്ടം താമസിക്കുന്നു. അങ്ങനെയായാൽ നമുക്ക് ഇവിടെ ഒരു സമൂഹം ഉണ്ടാകുന്നില്ല. സമൂഹം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഇണ, ആ ഒരു ബന്ധം ഉണ്ടാകണം. ആ ഒരു ബന്ധത്തിൽ നിന്നിട്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ ദൃഢമായി വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശക്തി ഉണ്ടാവുള്ളൂ. ആയുധം കൊണ്ടല്ല രാജ്യത്തിന് ഇതുണ്ടാകുന്നത്. ആത്മബലം വേണം, രാജ്യത്തിന് ആത്മബലം വേണം, സമൂഹത്തിന് ആത്മബലം വേണം. നമുക്കിപ്പോൾ എവിടെയാണ് ആത്മബലം ഉള്ളത്? ഈ ആത്മബലമുള്ള സമൂഹത്തിൽ നിന്ന് വേണം നമുക്ക് ഈ ഭരണാധികാരികൾ, ആത്മബലമുള്ള ഭരണാധികാരികൾ ഉണ്ടാവും, ആത്മബലമുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടാകും, ആത്മബലമുള്ള നിയമപാലകരുണ്ടാകും. അതില്ല. ഒറ്റയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചാർജും ഇല്ലാത്ത മനുഷ്യന്മാരാണ് നമ്മൾ. ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? മനോഹരമായ ഈ ലോകത്തെ മനോഹരമായിട്ട് കാണാനൂടെ നമുക്ക് കഴിയണം. അങ്ങനെ കാണാൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാവും. ഇപ്പം അവിടെ ഞാൻ കാണുന്ന ഒരുതരം ആധ്യാത്മികതയല്ലേ, സൗന്ദര്യബോധം. തീർച്ചയായിട്ടും ആധ്യാത്മികത ഇല്ലാതെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ആധ്യാത്മികത ഉണ്ട്. എന്തോ ഒന്ന് നമ്മളെ നയിക്കുന്ന പോലെ, നമ്മുടെ ജീവിതത്തിനെ ഒന്ന് രൂപപ്പെടുത്തുന്ന പോലെ ഏതോ ഒരു ശക്തി ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികത. ഈ പ്രതിഷേധവും മാഷിന്റെ പരിഷ്കാര ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ കൂടൊന്ന് മനസ്സിൽ കൂടൊന്ന് കടത്തിവിടുമ്പോൾ ആ കൂടി ഏതിനും രണ്ട് വശങ്ങളുണ്ട്. ഇപ്പം ഭൗതിക ശാസ്ത്രം അല്ലെ ഭൗതിക വശം എന്ന് പറഞ്ഞാൽ അതിന് തനിയെ നിൽക്കാൻ കഴിയില്ല. ഈ രാത്രിയും പകലും തമ്മിലുള്ള മാർജിൻ എവിടെയാണ്? അങ്ങനെ മാർജിൻ ഇല്ല. രാത്രിയും പകലും കൂടെ ചേർന്നിട്ടാണ് ഈ സമയം എന്ന് പറയുന്ന, കാലം എന്ന് പറയുന്നത് പോകുന്നത്. ഇതുപോലെ തന്നെ നന്മ തിന്മ എന്ന് പറഞ്ഞാലാണ് ഈ ആധ്യാത്മികതയും ഭൗതികതയും. ഇത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന സംഗതികളല്ല. സംസാരവും നിർവ്വാണവും ഒരുമിച്ച് പോകുന്നു പറഞ്ഞ മാഷ് സമ്മതിക്കുമോ? ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, നിലനിൽക്കുക, നിലനിൽക്കാൻ അനുവദിക്കുക. ഇവിടെ ഒറ്റയ്ക്ക് ആരുമില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് ജീവിക്കാൻ ഞാൻ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള അനുവാദം, അതിനുള്ള സാഹചര്യം കൊടുക്കുക. നിലനിൽക്കുക, മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും നിലനിൽക്കാൻ അനുവാദം കൊടുക്കുക. ഈ സകല ചരാചരങ്ങളും നമുക്ക് ചിന്തയിലുണ്ടായി, സകല ചരാചരങ്ങളും വിശ്വമാകുകയും എല്ലാം കൂടി ഒരു സിംഫണി എന്നുള്ള പോലെ എല്ലാം ഇവിടെ നിലനിൽക്കുന്ന സന്തോഷത്തോടുകൂടി ഒരു വിലയത്തിലെത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. വളരെ സന്തോഷം, അർത്ഥവത്താകട്ടെ എന്ന് വിചാരിച്ചിട്ട്.